മാതാപിതാക്കൾക്ക് മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർന്ന നിലവാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. വലിയ ആളുകളായി തീരണം, അവർക്ക് റിഫാത്ത് ഉണ്ടാകണം, ഉയർച്ചയുണ്ടാകണം. അതിനും പരിശുദ്ധ ഖുർആൻ പഠിക്കലല്ലാതെ വേറെ എന്താണ് മാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഒരു വിഭാഗം ആളുകൾക്ക് ഉയർച്ച നൽകുന്നു. ഖുർആൻ പഠിക്കുന്നവർക്കാണ് ഉയർച്ച. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഈമാനും ഇൽമും ഉള്ളവരെ അല്ലാഹു പല പദവികൾ ഉയർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത് എന്താണ്? മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. താങ്കൾ ദൗർഭാഗ്യവാനാവാൻ വേണ്ടിയല്ല ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നത്. പിന്നെയോ തഫ്സീറിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വലാകിൻ ലിതസ്അദ്. താങ്കൾ വിജയിക്കാൻ, ഉന്നത നിലവാരത്തിലെത്താൻ, എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കാനാണ് ഖുർആൻ. ആ ഖുർആനിലൂടെയാണ് എല്ലാ നിലക്കുമുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെയാണ് ഒരാൾക്ക് ഉയർച്ച ലഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്. ഒരു സമൂഹത്തിന് ഇമാമ നിൽക്കേണ്ടത് ആരാണ്? ഖുർആനിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളുകളാണ്. നമസ്കാരത്തിലെ ഇമാമത്ത്, അതാണ് ഏറ്റവും വലിയ സ്ഥാനം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് വരെ മദീന പള്ളിയിലെ ഇമാമായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം. പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന സ്ഥാനമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.